അല്ല എല്ലാരും എത്തിയല്ല അതാ ആ സൈഡിൽ തൂണും വിചാരിക്കണോലൊക്കെ ഹോളിന്റെ അകത്തേക്ക് കടന്നിരിക്കും. എല്ലാരും വിട്ടു നിൽക്കല്ലേ പരിപാടി തുടങ്ങാൻ പോണ അടുത്തേക്കും. തിന്നണ കാര്യത്തിലായാലും വിളമ്പണ കാര്യത്തിലായാലും ഞമ്മളെ കോഴിക്കോട്ടുകാരെ കഴിച്ചേ മറ്റാരും ഉള്ളൂ. അതിന്റെ അഹങ്കാരത്തിന്റെ പുറത്താണ് ഞമ്മളെ മസാലക്കും ഭക്ഷണത്തിനും ഒരു ബർക്കത്തിന്റെ മണം. അത് ഞമ്മളെ വീട്ടിലെ ചട്ടിയിലായാലും ഹോട്ടലിലെ ചെമ്പിലായാലും കോഴിക്കോട് ഭക്ഷണത്തിന് വല്ലാത്തൊരു അത് തന്നെയാണ് മോനെ. ഏത് ഒരു അത്. എവിടുന്ന് വന്നവരായാലും ശരി, ഞമ്മള് മനസ്സറിഞ്ഞ് വിളമ്പി കൊടുക്കുമ്പോ ഓരോ മുഖത്തുണ്ടാവുന്ന തെളിച്ചമുണ്ടല്ലോ, അത് കാണുമ്പോ ഞമ്മളെ മനസ്സും വയറും അങ്ങോട്ട് നിറയും. എത്രങ്ങാനും ഹോട്ടലുകളുണ്ട് നമ്മള് കോഴിക്കോട്ട്. ഏത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോഴും ചിരിച്ച മുഖത്തോടെ ഇറങ്ങുന്നവരെയാണ് നമ്മൾ കാണാറ്. തക്കരിക്കണ കാലത്തില് പണ്ടേ നമ്മൾ കോഴിക്കോട്ടുകാരും മിടുക്കന്മാരാണല്ലോ. പക്ഷെ നമ്മൾ കാണാണ്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടില്. ഓരോരുത്തരും വട്ടത്തിലിരുന്ന് കിസ്സ പറഞ്ഞുകൊണ്ട് കഴിക്കുന്ന ബിരിയാണിയിലേക്ക് വിശപ്പിന്റെ കണ്ണുകൊണ്ട് നോക്കുന്ന കുറേ പാവങ്ങളുണ്ട് നമുക്ക് ചുറ്റും. കുട്ടികള്, വഴിതെറ്റി വന്നവര്, അനാഥര്, ഒരു നേരത്തെ സുലൈമാനിക്ക് പോലും കയ്യിൽ കാശില്ലാത്തവര്, അങ്ങനെ നമ്മൾ അറിയാത്ത നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ജീവിതങ്ങൾ. ഈന്റെ അടുക്ക് സുഖമുള്ള ഏമ്പൊക്കെ ഇട്ട് ഓരെ കാണുമ്പോ ബാക്കി കിട്ടിയ ചില്ലറ മാത്രം കൊടുക്കണ പരിപാടി നമ്മളെ കോഴിക്കോട്ടുകാർക്ക് ചേരൂലട്ടോ. മോശമല്ലോടോ അത്. നമ്മളെ കൂട്ടരെയും വയറ് നിറഞ്ഞാ പോരല്ലോ. ഓരും നമ്മളെ നാട്ടുകാരല്ലേ. പാവം കോഴിക്കോട്ടുകാര് ഓരെയും നമ്മളെ കൂട്ടത്തിൽ കൂട്ടണം. കൂട്ടിയേ പറ്റൂ. എന്തേ കൂട്ടിക്കൂടെ? അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തല്ലടോ. അന്റെ ഒരു കടമയും കൂടിയാണോടോ അത്. ഈനും വേണ്ടിയിട്ട് നമ്മളെ സ്വന്തം കോഴിക്കോട് ജില്ലാ ഭരണകൂടവും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും ചങ്ങായിമാരായിട്ട് തുടങ്ങിയ പരിപാടിയാണ് ഓപ്പറേഷൻ സുലൈമാനി. വയറ് കാലിയായി കിടക്കുന്ന ഒരൊറ്റ കുട്ടി പോലും ഇനി കോഴിക്കോട്ട് അങ്ങാടിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളൊരു ഭാഷയും കൂടെയാണ്. ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം.